ഹായ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കോട്ടയത്തേക്ക് പോകട്ടോ, നമ്മുടെ ചിന്നുവിനെ കാണാൻ. ചിന്നുവിന് ചുട്ടനൊക്കെ അവിടെയാണല്ലോ, കുറേ ദിവസമല്ലോ പോയിട്ട്. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് പറ്റേ വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വടക്കാഞ്ചേരിന്ന് ട്രെയിൻ 11:30 ആപ്പിൽ കാണിക്കുന്നത്, 12 മണിയൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ 9:20 ബസ്സുണ്ട്. ഞാൻ എന്തായാലും വണ്ടി എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ശരി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാൻ. ഓക്കെ. ഓക്കെ. ഹായ്. ആ സുയത്രി. ഓക്കെ ഓക്കെ. ഹായ്. അപ്പോൾ ഞങ്ങൾ പോട്ടെന്നാ. ശരി ബൈ. കട്ടി വരുന്നില്ല, ഞാൻ മാത്രമേ പോകുള്ളൂ. അതെ, അതിലും പറയണ്ട. നാളേക്ക് ദാശിന് വെക്കണ്ടാണ്. അതാണ് ദാശ് ഇത് ഡബിൾ ലൈവല്ലേ? ഞാൻ അവിടെ പോയിട്ട് പറ്റി ചെയ്യാം. ശരി ശരി. അപ്പോൾ ശരി ബൈ. ഓക്കെ ബൈ. ശരി അപ്പോൾ നടക്കണം. ഓക്കെ ബൈ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷൻ എത്തി, വടക്കാഞ്ചേരി. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. കാണുന്നത് നമ്മുടെ സംഭവം. ഇതാണ് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പതിനൊന്നേ മുക്കാലൊക്കെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊരു ചായ കുടിക്കാം. എന്തായാലും ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. അതിലൊരു 11 മുക്കാലൊക്കെ ആവുന്നുണ്ട് നമ്മൾ ട്രെയിൻ വരുമ്പോഴേ. അപ്പം ഇനി എന്തായാലും ഇതൊക്കെ ചായ കുടിച്ച് സെറ്റാവാം. നമ്മളങ്ങനെ ഇരിപ്പാട്ടോ, അവിടെ കാത്തിരിപ്പാണ്. ട്രെയിൻ വരുമ്പോൾ നമ്മുടെ ആപ്പിൽ കാണിക്കുന്ന സമയം, നമ്മുടെ ആപ്പിൽ കാണിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ 11 മണി 11:15 കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിപ്പോൾ 11:45 കാണിക്കുന്നത്. ശബരി എക്സ്പ്രസ്സേ. അങ്ങനെ എന്നപ്പോൾ ചിന്നുവിൻ്റെ അങ്ങോട്ട് പോവാം. അതാണ് നമ്മുടെ വടക്കാഞ്ചേരി സ്റ്റേഷൻ കേട്ടോ. കുറച്ചൊക്കെ പുരോഗമിച്ചു. കുറച്ച് പുരോഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട്. നമുക്ക് ഇനി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അങ്ങോട്ട് പോകണം. തന്നെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അറ്റത്തേക്ക് പോകണം. അറ്റം റെയിൽവേ സ്റ്റേഷനൊന്നും പഴയ പോലെ അല്ല കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയി. അറ്റത്തേക്ക് പോയാലേ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് കയറാൻ പറ്റുള്ളൂ. എല്ലാവരും കമൻറ്റൊക്കെ ഇട്ടു കേട്ടോ. നമുക്ക് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ. കട്ടിന്ന് അവിടെയാണ്, വീട്ടിലാണ്.
ആളുകളെല്ലാം അവിടെ നിൽക്കുക, നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുക. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഒന്നാമത്തെ തന്നെയാണ്. ഇത് ആ അറ്റത്തേക്ക് നടന്നാലേ നമുക്ക് ഫ്രണ്ടിൽ പോയി കയറാൻ പറ്റുള്ളൂ. ആൾക്കാർ ആരും അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഡൗട്ടായി ഇനി പോയിട്ട് അവിടെ നിൽക്കുമോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയി കയറാം. നമ്മൾ ചിന്നുവിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് കയറാറ് എപ്പോഴും. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നിൽക്കണ്. അവിടെ നിന്ന് ആരും ഇല്ലേ? അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. അറിയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരുവേ. നമ്മൾ പിന്നെ സ്ഥിരമല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഈ ട്രെയിനിൽ പോകണതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആളുകളെല്ലാം അവിടെ കൂടിയിരിക്കുക. അവിടെ ഉണ്ട് ആൾക്കാർ. ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ തിരക്ക് കിട്ടോ. ബാക്കിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നില്ലേ, അവിടെയാണ്. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. നമുക്കത് ആ അറ്റത്ത് പോയി നിൽക്കണം, എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റുള്ളൂ. നല്ല വെയിലുണ്ട്, നല്ല അടിപൊളി വെയിൽ. നമുക്കത് അവിടെ പോയി നിൽക്കാം. പോവാണേ. ചങ്ങനാശ്ശേരി എത്തിയ കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചങ്ങനാശ്ശേരി സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യാത്രികർ പാലക്കാട് से होकर जाने वाली गाड़ी नंबर 1 കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയി. അപ്പോൾ നമ്മളിതാ ചിന്നുവിൻ്റെ വീട്ടിലോട്ടുള്ള വഴി എത്തിയിട്ടാണ്. ഞാൻ ഓട്ടോറിക്ഷയിൽ വന്നത് അവിടെ നിന്ന്. എന്തായാലും നമുക്ക് ഈ വഴി കൂടെ പോകണം. ചിന്നുവിൻ്റെ ഇത് ക്രോസാണ്, റെയിൽവേ ക്രോസാണ്. റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ഇങ്ങനെ പോകണം കേട്ടോ. റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിന്നുവിൻ്റെ വീട്ടിൽ പോകാൻ. പിന്നെ വേറെ വഴിയുണ്ട് കേട്ടോ അപ്പുറത്തൂടെ. ട്രെയിനൊന്നും വരുന്നില്ല. ഇതാണ് ചിന്നുവിൻ്റെ വീട്ടിൽ പോണ വഴി. അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഈ കൂടെ പോണേ നേരെ. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകണം കേട്ടോ ചിന്നുവിൻ്റെ വീട്ടിലോട്ട്. ആ വഴി നേരെ വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് വരാം കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ വളഞ്ഞത് അങ്ങോട്ട് പോകണം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിച്ചൂട്ടൻ അവിടെ എന്ത് ചെയ്യണോ, കളിക്കണോ? കൂടെ പോകണം. പോകണം കേട്ടോ വഴി കൂടെ. വഴി കാണും, ആ കയറ്റം. കയറ്റമാണേ. അപ്പുറത്താട്ടോ വീട്. നമ്മളിത് ചിന്നുവിൻ്റെ വീട് എത്തിയിട്ടോ. ചിന്നൂൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അതെ, ഇവിടെ ഇപ്പം തന്നെ നമ്മുടെ കണിപ്പൂവൊക്കെ റെഡിയായി, ഒക്കെ പൂത്ത് നിൽക്കണം. ചിന്നുവിൻ്റെ വീട്ടിലേക്കുള്ള പുതിയ വഴിയൊക്കെ ഉണ്ടാക്കിയതാണ്.
അപ്പോൾ നമ്മൾ ചിന്നുവിൻ്റെ വീടെത്തിയിട്ടുണ്ട്. ലച്ചോട്ടെ അങ്ങോട്ട് പോയിരിക്കുക, കളിക്കുക, നമ്മളെ കാണാനില്ല. ചിന്നു തെരഞ്ഞു പോയിട്ടുണ്ട്. ആ ആയി, ഇതാ നമ്മുടെ ലച്ചോട്ടൻ വന്നിട്ട് കേട്ടോ. ആ ലച്ചോട്ടൻ വരുമ്പോൾ ഒരു വാച്ച് വാങ്ങിക്കൊണ്ട് കൊടുത്താണ്. ഓക്കെ ഓക്കെ, എല്ലാവരും കണ്ടു. അപ്പോൾ എല്ലാവരും ബൈ പറയും. അപ്പോൾ എല്ലാവരും ബൈ പറയും. ഓക്കെ ബൈ, പിന്നെ കാണാം. ഓക്കെ ബൈ പറ. മതി മതി. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവർക്കും ശരി കേട്ടോ. അപ്പോൾ ഓക്കെ.